സ്വാഭാവികമായും നിശ്ചയിച്ചതാണ്. അവിടെയുള്ള ലീഗിന്റെ സജീവ പ്രവർത്തകരായ ബാങ്ക് ജീവനക്കാരും പ്രാദേശിക നേതാക്കളും UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വാർദ്ധക്യ സഹജമായവരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ക്യൂ നിർത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. 15/8/2016 ക്ഷേമ പെൻഷൻ വിതരണം വീടുകളിൽ നൽകുന്നതിന് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിന്റെ GO MS നമ്പർ 324/2016 15/8/2016 ഇറക്കിയ ഉത്തരവിന്റെ നഗ്നമായ പരസ്യമായ ലംഘനമാണ് പുൽപ്പറ്റയിൽ നടന്നത്. 2016 വരെ ട്രഷറിയിൽ പോയി പെൻഷൻ വാങ്ങാൻ ക്യൂ നിന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനാണ് വാതിൽപ്പടി സേവനം കൊണ്ടുവന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. സഭയുടെ മേശപ്പുറത്ത് ധവളപത്രം വച്ചിരിക്കുകയാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെ അമൽ? സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്ത് എന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം VD സതീശന്റെ വാർത്താ സമ്മേളനം മീഡിയ റൂമിലുണ്ടാകും. എന്തെല്ലാം വിശദാംശങ്ങളാണ് ധവളപത്രത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരും. അധികം വൈകാതെ മാധ്യമപ്രവർത്തകർക്കും സഭയിലുള്ള അംഗങ്ങൾക്കും ഈ ധവളപത്രത്തിന്റെ പകർപ്പ് വിതരണം ചെയ്യും. ആ പകർപ്പ് ലഭിച്ചാൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്നുള്ള കാര്യം വ്യക്തമാകും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച വിഹിതത്തിന്റെ കണക്കുകൾ അതെങ്ങനെ ചിലവാക്കി എന്നതിൻ്റെ വിശദാംശങ്ങൾ, കഴിഞ്ഞ സർക്കാർ ബാക്കി വെച്ച് പോയ ഖജനാവിലെ തുക എത്ര, അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതെല്ലാം വകുപ്പുകളിൽ എത്രയെല്ലാം തുക വീതം ചിലവഴിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും. അനാവശ്യമായ സർക്കാരിൻ്റെ ചിലവുകളടക്കം വിശദമായി തന്നെ ആ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. നമുക്കിപ്പോൾ ഇവിടെ മീഡിയ റൂമിലേക്ക് വീണ്ടും മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു വിയോജനക്കുറിപ്പുമായി KN ബാലഗോപാൽ രംഗത്തെത്തി. ഏതെങ്കിലും ഒരു C&AG ആണ് സാധാരണ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്ത് എന്നുള്ള കാര്യം സംസ്ഥാനത്തെ ജനങ്ങൾ അറിയണം എന്നുള്ള മറുപടി പറയുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. KN ബാലഗോപാലാണ് ആ ധവളപത്രം സഭയിൽ സമർപ്പിച്ചത് ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പരാമർശം നടത്തിയത്, ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കേട്ട മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പ്രതികരണം അല്പം മുമ്പ് നടന്നതാണ്. ഏകദേശം 10 മിനിറ്റോളം മുൻപ് നടന്ന ഒരു പ്രതികരണമാണ്. ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രി സഭയിൽ ബാലഗോപാലിന് മറുപടി പറഞ്ഞ് സംസാരിക്കുന്നു. ഈ സഭയിലെ പ്രസംഗം അവസാനിച്ച ശേഷം മുഖ്യമന്ത്രി മീഡിയ റൂമിലേക്ക് എത്തും. മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം നടത്തും. ഇവിടെ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ എന്താണ് ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ വ്യക്തമാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ അതിൻ്റെ പകർപ്പ് മാധ്യമപ്രവർത്തകർക്കും മറ്റും ലഭിക്കും. ഈ മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാൽ പറഞ്ഞു വെച്ചത് ഇത്തരത്തിൽ ഒരു ഓഡിറ്റ് നടത്താൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ്. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പരിശോധിക്കേണ്ടത് C&AG ആണ്. C&AG പരിശോധിക്കുന്നതിന് പുറമെ പുറത്തേതെങ്കിലും സ്വകാര്യ ഏജൻസിയിലേക്ക് അതിൻ്റെ ഉത്തരവാദിത്തം പോകുന്നത് മുഖ്യമന്ത്രി തന്നെ സത്യപ്രതിജ്ഞ നടത്തിയപ്പോൾ പറഞ്ഞു വെച്ചതിൻ്റെ ലംഘനമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ സർക്കാരിൻ്റെ രഹസ്യരേഖകളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച രേഖകളോ ഒന്നും പുറത്തു നൽകില്ല, മറ്റാർക്കും നൽകില്ല എന്നുള്ള കാര്യമാണ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. എങ്കിൽ അതിന്റെ ലംഘനം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം KN ബാലഗോപാലിന്റെ ഭാഗത്ത് നടപടികൾ പുരോഗമിക്കുകയാണ്. ധവളപത്രം ഇറക്കി UDF സർക്കാർ. അതിൽ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു.